ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ടോപ്പിനെ ജീൻസിൻ്റെ ടോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ കുർത്തിയാണ് കേട്ടോ. 299 കുർത്തിയാണ്. റയോൺ മെറ്റീരിയലിൽ വരുന്ന ബട്ടർഫ്ലൈ സ്ലീവ്സ് ഒക്കെ ഉള്ള ഒരു കുർത്തിയാണ്. നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഓട്ടാസ് വന്നു കഴിഞ്ഞ് പിന്നി തുടങ്ങി. ചെറിയ ചെറിയ ഓട്ടാസ് ബാക്ക് സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതിനൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം സ്ലീവ്സ് ഊരിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ലീവ്സ് നമ്മൾ ഈ സ്ലീവ് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സ്ലീവ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ടോപ്പിനെ ഞാൻ 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. അതായത് നേരെ പകുതി വെച്ചിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതൊരു എയർലൈൻ ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ താഴേന്ന് ഞാനൊരു നമുക്ക് മൊത്തം ഒരു 18 ഇഞ്ച് ആ ഒരു ലെങ്ത്തേ വേണ്ടു. അപ്പോൾ താഴേന്നൊരു 5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും ലെങ്ത്ത് വരുന്നത്, താഴ്ഭാഗം. അപ്പോൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 12 ഇഞ്ച് ലെങ്ത്ത് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ 6 ഇഞ്ച് ഷോൾഡറും 6 ഇഞ്ച് ആം ഹോൾ റൗണ്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലൈനൊന്ന് സ്ട്രെയിറ്റായി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വരുന്നത് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ എത്ര വിഡ്ത്തിലാണോ നെക്ക് അടിക്കുക എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇപ്പോൾ 2 പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴേക്ക് നമ്മൾ ആദ്യം സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീസിനെ നമ്മൾ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 പീസായി. അതുപോലെ തന്നെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉള്ള ക്ലോത്തിൽ നിന്ന് നമ്മളൊരു പീസ് ഇതേപോലെ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 2 പീസ് തുണി എടുത്ത് വെച്ചിരുന്നില്ലേ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അതിനും ഇതേപോലെ തന്നെ മടക്കിയിട്ട് സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നല്ല വശത്ത് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്ന് കുത്തി സെക്യൂർ ചെയ്യുക കേട്ടോ. കണ്ടോ? 3 സൈഡിലും ഞാൻ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷന് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ 3.5 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് 5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് തരം നെക്കാണോ വേണ്ടത് അത് ഇതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വീനെക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ചോയ്സിനനുസരിച്ച് റൗണ്ടോ സ്ക്വയറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫ്രണ്ടിലേക്ക് വീനക്കും ബാക്കിൽ നോർമൽ ഒരു റൗണ്ട് നെക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 സ്റ്റിച്ച് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ഈ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കാര്യം മിക്കപ്പോഴും വിട്ടു പോകുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മ വയ്ക്കുക കേട്ടോ. ദെൻ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിലേക്ക് മറച്ചെടുത്തപ്പോൾ നമുക്ക് അതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിൽ മറച്ചിട്ടുള്ള ആ പീസിനെ നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത പോലെ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. ആ ബാലൻസുള്ള ക്ലോത്തിന് അതേപോലെ തന്നെ അവിടെ ഇടുകയാണ് കേട്ടോ ചെയ്യണേ. കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല. ആ ബാലൻസുള്ള പീസ് അതുപോലെ അവിടെ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ അരികൊന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു തുണീനെ നമ്മുടെ ഷോൾഡറുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോരാതെ അവിടെ തന്നെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഷോൾഡറുമേയും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ചെയ്യണം. ബാക്കിൽ അപ്പോൾ നമ്മൾ സെയിം 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നല്ല വശത്ത് എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് മറച്ചെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നെക്കൊക്കെ മറച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതിന് ശേഷം സൈഡിലായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം മറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മറഞ്ഞ് കിട്ടും. ഇനി ബാക്ക് സൈഡിൽ ഞാൻ കുറേ തുണി ഇങ്ങനെ വെക്കണില്ല. അപ്പോൾ അതിന് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെയും അരിക് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാക്ക് സൈഡ് നമ്മൾ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാക്ക് സൈഡ് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്ക് സൈഡിലെ നെക്കൊന്ന് ഇതുപോലെ പതിച്ച് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡറും അവിടെ പതിഞ്ഞിരിക്കും, ബാക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയും. അപ്പോൾ നമ്മുടെ നെക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. സ്ലീവ് നമ്മൾ അതുമെന്ന് അഴിച്ചു വെച്ച സെയിം സ്ലീവ് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ കാണാം. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൽ വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് ചെരിച്ച് പിടിച്ചിട്ട് പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അടിക്കുന്ന സമയത്ത് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് 2 സൈഡും ജോയിൻ ചെയ്യുക. അതിന് ശേഷം പിന്നെ മൊത്തത്തിൽ ഒരു സ്റ്റിച്ചും കൂടിയും ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ നമ്മുടെ സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സ്ലീവ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്ലീവാണ് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു ഫസ്റ്റിൽ. ആ പീസിനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഫ്രിൽസ് ഇടാനൊന്നും ഉള്ള തുണി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 ബോക്സ് പ്ലേറ്റ് ആണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലും 2 ബോക്സ് പ്ലേറ്റ്, ബാക്കിലും 2 ബോക്സ് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക. അത് സീം അലവൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു പ്ലീറ്റ്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു പ്ലീറ്റ്, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇനി നമുക്ക് അവിടെ ഒരു ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1 ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലും 1 ഇഞ്ച് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. കണ്ടോ, ഇപ്പോൾ അവിടെ പ്ലേറ്റ് കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ഇപ്പോൾ അവിടെ ഒരു ബോക്സ് പ്ലേറ്റ് വന്നു. കണ്ടോ, ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബോക്സ് പ്ലേറ്റ് ഇടുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സ്ട്രെയിറ്റ് ജസ്റ്റ് അതിനൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതേ സെയിം മെത്തേഡിൽ ബാക്ക് സൈഡിലും 2 പ്ലേറ്റ് കൊടുക്കുക, 2 ബോക്സ് പ്ലേറ്റ് കൊടുക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ പ്ലീറ്റ് ഇടുന്ന പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒന്ന് സൈഡ് ജോയിൻ ചെയ്യണം. താഴ്ഭാഗം ഓൾറെഡി മടക്കി അടിച്ചിട്ടാണ് ഉണ്ടാവുക, അത് കാരണം കൊണ്ട് നമുക്ക് മടക്കി അടിക്കണ്ട. അപ്പോൾ 2 സൈഡിലും പ്ലീറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ സൈഡ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ സ്ലീവ് ഒരുമിച്ച് പിടിക്കുക. അതുപോലെ തന്നെ എല്ലാ പോർഷൻസും കറക്റ്റായിട്ട് പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 1/2 ഇഞ്ചിലാണ് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം ജീൻസിൻ്റെ ടോപ്പൊക്കെ ആകുമ്പോൾ ഒന്ന് ലൂസായിട്ട് കിടക്കുന്ന ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ചിലാണ് ഞാൻ 2 സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. 2 സൈഡിലും കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇങ്ങനത്തെ ഒരു പാൻറ്റിൻ്റെ കൂടെയൊക്കെ നല്ല രസമായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്